എറണാകുളം പർവ്വത്ത് നിന്നും +2 വിദ്യാർത്ഥിയെ കാണാതായ കേസാണ് സ്പോട്ട് ലൈവിനി പരിശോധിക്കുന്നത്. ഓണക്കൂർ സ്വദേശിയായ അർജുൻ രഘുവിനെയാണ് കാണാതായത്. പാമ്പാക്കുട ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയാണ്. ഇന്നലെ രാവിലെ സ്കൂളിലേക്കെന്ന് പറഞ്ഞു പോയ വിദ്യാർത്ഥി ഇതുവരെയും തിരിച്ചെത്തിയിട്ടില്ല. പിറവം പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം തുടരുകയാണ്. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നു. നവമി, ഈ സ്കൂൾ തുറന്ന് ആദ്യ ദിവസം തന്നെ അർജുൻ രഘുവിനെ കാണാതാകുന്നു. ഇവിടേക്കാണ് പോയതെന്ന് സംബന്ധിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ, സൂചനകളുണ്ടോ? വീട്ടിലോ സ്കൂളിലോ അല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നത്തിന്റെ പേരിലാണോ വീട് വിട്ടുപോയത്? എന്തായാലും ഏറ്റവും ഒടുവിലായി പോലീസ് പറയുന്ന വിവരം അനുസരിച്ച് പിറവത്ത് നിന്നും 5 കിലോമീറ്റർ അപ്പുറം പേപ്പാടി എന്നൊരു സ്ഥലത്താണ് ഈ അർജുൻ ഇറങ്ങിയത്, ബസ്സിൽ ഇറങ്ങിയതെന്നാണ് പറയുന്നത്. ഇന്നലെ രാവിലെ +2ലാണ് ഇപ്പോൾ അർജുൻ പഠിക്കുന്നത്. +2 സ്കൂൾ തുറന്നു. +1ന്റെ റിസൾട്ട് ഇന്നലെ വരികയും ചെയ്തിരുന്നു. +2 രാവിലെ ക്ലാസ്സിലേക്ക് പോകുന്ന എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതിൻ്റെ CCTV ദൃശ്യങ്ങളും കാണാം. ബാഗുമായാണ് കുട്ടി സ്കൂളിലേക്ക് പോകുന്നത്. പക്ഷേ വൈകിട്ട് സ്കൂൾ വിട്ട സമയം കഴിഞ്ഞിട്ടും കുഞ്ഞിനെ കാണാത്തത് കൊണ്ടാണ് മാതാപിതാക്കൾ അമ്മ ഫോൺ എടുത്ത് സ്കൂളിലേക്ക് വിളിക്കുന്നതിനിടയിലാണ് സ്കൂളിൽ നിന്നൊരു മെസ്സേജ് കുട്ടിയുടെ അമ്മ കാണുന്നത്. കുട്ടി ഇന്ന് ക്ലാസ്സിലെത്തിയിരുന്നില്ല, ഇന്ന് ആബ്സെൻ്റ് ആണെന്നുള്ള വിവരം മെസ്സേജ് അയച്ചിരുന്നു. പക്ഷേ കുട്ടിയുടെ അമ്മ ഇത് വൈകിട്ടോട് മാത്രമാണ് ഈ മെസ്സേജ് കാണുകയും ചെയ്തത്. ഉടനെ ഈ കുട്ടിയുടെ സഹപാഠികളെയും ഒപ്പം ഉണ്ടായിരുന്നവരെയും ടീച്ചേഴ്സിനെ ഒക്കെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ അവരൊക്കെ പറയുന്നത് കുട്ടി ഇന്ന് സ്കൂളിലേക്ക് വന്നില്ല എന്നാണ്. വീട്ടുകാർ പറയുന്നത് പ്രകാരം മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സാധാരണ പോലെ സ്കൂളിൽ പോകുന്നത് പോലെ പോകുന്ന തന്നെയായിരുന്നു. അസ്വാഭാവികമായി ഒന്നും തന്നെ തോന്നിയില്ല. പോലീസ് പറയുന്നത് പ്രകാരം ചിലപ്പോൾ +1ന്റെ റിസൾട്ട് ഇന്നലെ വന്നിരുന്നു. അപ്പോൾ അതിൽ ഏതെങ്കിലും വിഷയത്തിൽ തോൽക്കുമോ എന്നൊക്കെ ഭയപ്പെട്ടുകൊണ്ടായിരിക്കും കുട്ടി അങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിന്നതെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷെ അപ്പോഴും മാതാപിതാക്കൾ പറയുന്നത് പഠിക്കാൻ മിടുക്കനായ കുട്ടിയാണ്, 10ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങിയ കുട്ടിയാണ്. ഇപ്പോൾ പരീക്ഷയിൽ ഏതെങ്കിലും തരത്തിലുള്ള മാർക്ക് കുറഞ്ഞാലും ശകാരിക്കുന്ന ഒരു മാതാപിതാക്കളല്ല തങ്ങളെന്നാണ് കുടുംബവും പറയുന്നത്. പിന്നെ എന്താണ് അർജുൻ ഇങ്ങനെ തോന്നാൻ കാരണമെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. പേപ്പാടിയിൽ ഇറങ്ങിയെന്ന് ഒരു കണ്ടക്ടറാണ് പറഞ്ഞത്. വീട്ടിൽ നിന്നും അടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്നു. ആ ബസ് സ്റ്റോപ്പിൽ ബസ് കയറി 10 രൂപ മാത്രമായിരുന്നു അർജുൻ്റെ കയ്യിലുണ്ടായിരുന്നത്. കണ്ടക്ടർ ചോദിക്കുന്നു എവിടേക്ക് പോകാനാണെന്ന് ചോദിച്ചപ്പോൾ 10 രൂപ കൊടുത്തിട്ട് അതെവിടെയാണോ അവസാനത്തെ സ്റ്റോപ്പ് അവിടെ ഇറക്കിയാൽ മതിയെന്ന് പറഞ്ഞു. അതിനെ തുടർന്നാണ് പേപ്പാടിയിൽ ഇറക്കിയത്. ആ പ്രദേശങ്ങളിലൊക്കെ പോലീസ് അന്വേഷണം നടത്തിയെങ്കിൽ പോലും ഈ കുട്ടിയെക്കുറിച്ചുള്ള വിവരം ഒന്നും തന്നെ ലഭിച്ചില്ല. വീട്ടുകാരൊക്കെ വലിയ ആശങ്കയിൽ കൂടിയാണ് ഇപ്പോഴും. ഇനി എന്ത് ചെയ്യുമെന്നുള്ളൊരവസ്ഥയിൽ പോലീസിന്റെ അന്വേഷണം ഊർജിതമാണ്. ഇന്നലെ പുലർച്ചെ 2 മണിവരെയൊക്കെ ഈ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ളൊരു അന്വേഷണമൊക്കെ നടത്തിയിരുന്നു. പിറവം പോലീസുമായി ബന്ധപ്പെടുമ്പോഴൊക്കെ പോലീസ് പറയുന്നത് കുട്ടിക്കായുള്ള അന്വേഷണം തുടരുന്നു എന്നാണ്. കയ്യിൽ ഫോണില്ല എന്നിരുന്നതും ഒരു വലിയ വെല്ലുവിളിയായി തുടരുന്നുണ്ട്. കുട്ടിയുടെ അമ്മയുടെ കയ്യിലാണ് ഫോണുള്ളത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മയുടെ ഫോണിൽ നിന്നാണ് മറ്റ് സുഹൃത്തുക്കളെയൊക്കെ വിളിക്കുന്നത്. സുഹൃത്തുക്കൾക്കാർക്കും ഇതുമായി ബന്ധപ്പെട്ട യാതൊരു വിവരവുമില്ല. 2 സഹോദരിമാരുണ്ട്, അവർക്കും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും തന്നെ അറിയില്ല. എന്താണ് പെട്ടെന്ന് ഈ കുട്ടിക്ക് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണാണ്ട് പോയത് എന്നുള്ളൊരു ആശങ്കയിലും ദുഃഖത്തിലും തന്നെയാണ് ആ കുടുംബം ഇപ്പോഴും. തീർച്ചയായും നവമി, കാരണം ഇപ്പോഴും എന്താണ് ഇതിൻ്റെ കാരണം എന്നറിയത്തില്ല. ഈ ഒരു 2 മാസത്തോളം സ്കൂൾ അവധിയായിരുന്നു. അതിനുശേഷം സ്കൂളിലെത്തുമ്പോൾ സ്വാഭാവികമായിട്ട് വീട്ടിലൊക്കെ എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും സ്കൂളിലെത്തുമ്പോൾ ആ പ്രശ്നമൊക്കെ മാറേണ്ടതാണ്. അതോ സ്കൂളിൽ പോകാനുള്ള എന്തെങ്കിലും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ചിലപ്പം +2ലാണ് പഠിക്കുന്നത്, അതിൻ്റെ സമ്മർദ്ദം, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ വിദ്യാർത്ഥിയെ അലട്ടിയിരുന്നോ? കുടുംബം പറയുന്നത് പ്രകാരം സാധാരണ പോലെയാണ്. സാധാരണ സ്കൂളിൽ പോകുമ്പോൾ എങ്ങനെയാണോ ആ രീതിയിൽ തന്നെയാണ് അന്നത്തെ ദിവസവും ഇന്നലെയും രാവിലെ അർജുൻ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. ഇതിനിടയിൽ എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. +1ന്റെ റിസൾട്ട് വരുമെന്ന് കുടുംബത്തോട് പറഞ്ഞിരുന്നു. അതിൽ പ്രത്യേകിച്ച് കുട്ടിക്ക് ആശങ്കയുള്ളതായിട്ട് അറിയില്ല. കാരണം 10ാം ക്ലാസ്സിലും നല്ല മിടുക്കനായി പഠിച്ചതാണ്, ഫുൾ A+ വാങ്ങിയ കുട്ടിയാണ്. മറ്റ് കൂട്ടുകെട്ടുകളൊന്നും തന്നെയില്ല. സുഹൃത്തുക്കളോടും എല്ലാവരോടും നല്ലതുപോലെയാണ് പെരുമാറുന്നത്. ടീച്ചർമാർക്കുമൊക്കെ മികച്ച അഭിപ്രായമാണ് അർജുനെ കുറിച്ച്. പക്ഷേ എന്താണ് ഇതിൽ സംഭവിച്ചതെന്ന് ഇപ്പോഴും മാതാപിതാക്കൾക്കും അറിയില്ല. പോലീസ് പറയുന്നത് ചിലപ്പോൾ +1ന്റെ റിസൾട്ട് വരുമ്പോൾ അതിലെന്തെങ്കിലും കുട്ടിക്ക് മാർക്ക് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് മാതാപിതാക്കൾ ശകാരിക്കുമോ എന്ന് ഭയന്നാണോ എന്നുള്ളൊരു സംശയമാണ് പോലീസും പറയുന്നത്.
മാതാപിതാക്കൾ പറയുന്നത് അങ്ങനെയുള്ള സഹകാരങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ മാതാപിതാക്കളുമായിട്ടോ കുടുംബത്തിലോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് അവർ ആവർത്തിച്ച് പറയുന്നത്. എങ്കിൽ പോലും എന്താണ് ഇതിലെ കാരണമെന്ന് ഇപ്പോഴും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും വലിയ ആശങ്കയായി തുടരുന്നുണ്ട്. ഈ പേപ്പാടിയിൽ ഇറങ്ങിയെന്നത് മാത്രമാണ് അവസാനമായി കിട്ടുന്ന മൊഴി, അതും ഈ കണ്ടക്ടറുടെ മൊഴി. പിന്നീടുള്ള CCTV-കളിലും ആ വശത്തേക്കുള്ള CCTV-കളിലും ഒന്നും തന്നെ കുട്ടിയുടെ ദൃശ്യങ്ങൾ പെട്ടിട്ടുമില്ല. അതും പോലീസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയായി തുടരുന്നുണ്ട്. പക്ഷേ പോലീസിന്റെ അന്വേഷണം നഗരത്തിലൊക്കെ വലിയ ഊർജിതമായി നടക്കുന്നുണ്ട്. മാധ്യമങ്ങളിലടക്കം ഇവർ ഇത്തരത്തിൽ വാർത്ത നൽകി, പരസ്യം നൽകി, കുട്ടീനെ കണ്ടുകിട്ടുന്നവർ അറിയിക്കേണ്ട നമ്പർ ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് ഇപ്പോൾ മാതാപിതാക്കൾ അർജുനായി കാത്തിരിക്കുന്നത്. ടോം. വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. മാതാപിതാക്കൾ കുട്ടിക്ക് വിദ്യാർത്ഥിയെ തിരിച്ചു വരുന്നതും കാത്തിരിക്കുകയാണ്. എന്താണ് പ്രശ്നമെന്ന് ഇപ്പോഴും വ്യക്തതയില്ല. പോലീസ് വിദ്യാർത്ഥിക്ക് വേണ്ടി, പ്ലസ് 2 വിദ്യാർത്ഥിക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. KSU നേതാക്കൾ സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ ഹണി ട്രാപ്പിൽപ്പെടുത്താൻ ശ്രമിച്ചതായി പരാതി. ആഷിഖ് ബൈജുവിന്റെ പരാതിയിൽ കൊല്ലം ഇരവിപുരം പോലീസ് 3 നേതാക്കൾക്കെതിരെ കേസെടുത്തു. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ യദു കൃഷ്ണൻ, അരുൺ രാജേന്ദ്രൻ, ജില്ലാ പ്രസിഡന്റ് അൻവർ സുൽഫിക്കർ എന്നിവർക്കെതിരെയാണ് പോലീസിന്റെ നടപടി.